ഇപ്പൊ നിങ്ങളൊരു ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പൊ കറന്റ് അവർ ചെയ്യുന്ന ആഡ്, ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് നിലവിൽ എന്തെങ്കിലും ആഡ്സ് ചെയ്യുന്നുണ്ടോ, അവരെന്തെങ്കിലും ഇപ്പൊ ആഡ്സ് ആ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിന്റെ തന്നെ ഒരു ടൂൾ ഉപയോഗിച്ച് അറിയാൻ പറ്റും. അതാണ് ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിൽ ഏതൊരു ബ്രാൻഡും ചെയ്യുന്ന ആഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യ കാറ്റഗറി ഓൾ ആഡ്സ് കൊടുത്തു. ഞാൻ ഇവിടെ വന്നിട്ട് രാജകുമാർ ഡിസ്കസ് ചെയ്ത രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ്, അവരിപ്പോ ഫേസ്ബുക്ക് ആഡ്സ് ഒന്നും ചെയ്യുന്നില്ല. കല്യാൺ സിൽക്സ്, ഓക്കെ, ഇതുണ്ടോ? ഇത് കല്യാൺ സിൽക്സ് അടിച്ചപ്പോ ഇപ്പൊ കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് കറന്റ് ഗൂഗിളിൽ ഫേസ്ബുക്കിൽ ചെയ്യുന്ന ആഡ്സുകളെ പ്രിവ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ? ഓൾ ഇന്ത്യ ലെവലിൽ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പല ആഡ്സുകളാണ്. കണ്ടോ? അപ്പൊ ഈ രീതിയിൽ നമുക്കും ചെയ്യാൻ പറ്റും. ഈ ആഡ്സ് എവിടെയൊക്കെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇവർക്കുള്ള ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ തന്നെ ആഡ്സ് പബ്ലിഷ് ചെയ്യുന്ന പല വെബ്സൈറ്റുകളാവും. ഓക്കെ, അപ്പം അവർ എന്ത് ടൈപ്പ് ആഡ്സ് ആണ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ബട്ടൺസ്, ഇതാണ് ബട്ടൺസ്. ഒരു ആഡ് ചെയ്യുമ്പോൾ ഉള്ള ബട്ടൺ, ഡെസ്റ്റിനേഷൻ ബട്ടൺ ആണ് ഈ കാണുന്നത്. കണ്ടോ? സെൻഡ് വാട്സ്ആപ്പ് മെസ്സേജ്. കാരണം ഈ ആഡ് കാണുന്ന ആള് അടുത്ത സ്റ്റേജ് എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത്. അപ്പം ഇത് കാണുന്നവർക്ക് വാട്സപ്പ് വഴി എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പ് ബട്ടൺസ് വെച്ചത്. അപ്പം ഈ ആഡ് ലൈബ്രറി പോലുള്ള ഗൂഗിളിന്റെ ആഡ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ഫേസ്ബുക്കിന് ഈ ആഡ് ലൈബ്രറി എന്ന് പറയുന്ന ടൂളാണ്. അപ്പൊ നമുക്ക് ആർക്ക് ചെയ്ത് കണ്ടോ, അവർ ചെയ്യുന്ന ഡിസൈൻസ്, അവർ ചെയ്യുന്ന പ്ലേസ്മെന്റ്സ്, അതേപോലെ അവർ എഴുതുന്ന ആഡ് കോപ്പി, കണ്ടോ? ആഡ് കോപ്പി, അവര് കളർ പാറ്റേൺ, ഇപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഒരു കോമ്പറ്റേറ്റേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ആഡ് ട്രാൻസ്പെറൻസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ ആഡുകൾ ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്താൽ മതി. അവർ ലൈവായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതാണ് മെറ്റയുടെ ഇതെല്ലാം പെയ്ഡ് ആഡ്സ് ആണ് കേട്ടോ. ഫേസ്ബുക്കിന് സ്പോൺസേഡ് എന്ന് കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫേസ്ബുക്കിന് പേയ്മെന്റ് കൊടുത്തിട്ടുള്ള സ്പോൺസേഡ് ആഡ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ആഡ് ലൈബ്രറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കോമ്പറ്റേറ്റേഴ്സിനൊക്കെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ആഡ് ലൈബ്രറി എന്ന് പറയുന്നത് തന്നെ പെയ്ഡ് ആഡ് ആണ്. നമ്മള് സോഷ്യൽ മീഡിയയിൽ ആഡ് എന്ന് പറയുന്നത് തന്നെ കാശ് കൊടുത്ത് ചെയ്യുന്നതിനെയാണ് പൊതുവെ ആഡ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ കേസിൽ നമ്മൾ സാധാരണ നമ്മൾ ഓർഗാനിക് ആയിട്ട് ഒരു നല്ലൊരു ഡിസൈൻ ചെയ്ത പോസ്റ്റർ കണ്ടാൽ എല്ലാവരും എന്താ ഇതൊരു ആഡ് എന്ന് പറയുമെങ്കിലും നമ്മൾ ജനറലി ആഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെയ്ഡ് ആഡ് എന്ന് പറയുന്നത് ക്യാഷ്, ഈ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആഡ്സിനെ തന്നെയാണ് നമ്മൾ ആഡ്സ് എന്ന് പറയുന്നത്. സ്പോൺസേഡ് ആഡ്സ്. ഓക്കെ, ഇതാണ് സ്പോൺസേഡ് ആഡ്സ് എന്ന് പറയുന്നത്.